Greetings in the name of Lord Jesus Christ. എല്ലാവർക്കും സുഖമാണോ? ഒത്തിരി സന്തോഷമുണ്ട്. ഈ യാത്രയിൽ HESED ലൈഫ് എന്ന മീഡിയ പരിചയപ്പെട്ടു. അതിൻ്റെ സഹോദരങ്ങളെ കണ്ടു. ഒത്തിരി ഫ്രീ ആയിട്ട് സംസാരിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ടീം. അവരുടെ ശുശ്രൂഷ ഞാൻ അറിഞ്ഞു. ഒത്തിരി സന്തോഷം. അവർ വളരെ ഫ്രീഡമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് തന്നു. എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അവർക്ക് അതിനുള്ള ഫ്രീഡം കൊടുത്തു. ഞാൻ വിശ്വസിക്കുന്നു ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാനുള്ള ഫ്രീഡം അവർ എനിക്ക് തന്നിട്ടുമുണ്ട്. ഇതെല്ലാം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് മ്യൂസിക്? കണ്ടംപററി, ഫോക്ക്, ജാസ്, പോപ്പ്, ക്ലാസിക്, മെറ്റൽ? ചോദ്യം കേട്ടപ്പോഴേ മനസ്സിലാക്കണം. സാധാരണ രീതിയിൽ അങ്ങനെ ഫോർമലായിട്ട് ചോദിക്കുന്ന ഇതിനേക്കാളും എനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. പേഴ്സണലി ഞാൻ ഒരു സമയത്ത് ഒത്തിരി കേൾക്കുമായിരുന്നു. എല്ലാ ജോണർ മ്യൂസിക് കേൾക്കുമായിരുന്നു, എസ്പെഷ്യലി ഹോസ്റ്റൽ ലൈഫിൻ്റെ ടൈമിലൊക്കെ. പിന്നീട് മിനിസ്ട്രിയിലേക്ക് വന്ന സമയത്ത് കേൾവിച്ച് കുറഞ്ഞു. പക്ഷേ ഈ പറയുന്ന സ്ട്രീംസ് എല്ലാം എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സ്പിരിച്വൽ വ്യൂ, മ്യൂസിക് ആസ് സച്ച് അത് ഡിവൈനാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതിൽ നിന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ള പോലെ പിശാച് കവർന്നുകൊണ്ട് പോയ പലതും ഉണ്ടെങ്കിലും മ്യൂസിക്കിൻ്റെ അതിൻ്റെ എല്ലാ ജേർണേഴ്സിലും ഒരു ഡിവൈൻ ബ്ലെസ്സിങ് എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഈ ജോണർ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പേഴ്സണൽ വ്യൂവിലാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാനൊരു കാര്യം പറയാം. ഓരോ ജോണർ, ഇപ്പം ഫോക്കാണോ, ജാസാണോ, പോപ്പാണോ, ക്ലാസിക്കാണോ, ഇതെല്ലാം അതിൻ്റെ തീമും അതിൻ്റെ ലിറിക്സും ഒക്കെ ആയിട്ട് കണക്റ്റഡാണ്. ഒത്തിരി ഡീറ്റെയിൽ പറയാനുള്ള അറിവൊന്നും എനിക്കില്ലെങ്കിലും പേഴ്സണലി ഉള്ളൊരു വ്യൂ പറയാം. ഇപ്പം ദൈവം വയലുകളിൽ കാഴ്ച സുവിശേഷ വേല ചെയ്യാൻ വാ, നല്ല യജമാന്റെ സേവ ചെയ്യാൻ വാ. അതിനകത്ത് ആ വരികൾ ദൈവം തരുമ്പോൾ തന്നെ അതിനകത്തൊരു ഫോക്ക് നേച്ചറാണ്. അത് അങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്താലേ അത് സന്തോഷമാകത്തുള്ളൂ. പിന്നെ പുകഴ്ത്തിയിട യേശുവിന്, അതിനകത്ത് ഒരു ബൈ നേച്ചർ, അതിനകത്തൊരു വർഷിപ്പ്, അതിനകത്തൊരു പോപ്പ്, ഇതിനകത്തൊരു നേച്ചർ കർപ്പണം. അത് നമ്മൾ ആ രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്താലേ. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് മ്യൂസിക്കിൻ്റെ സ്റ്റൈലിനേക്കാളും അത് എങ്ങനെയാണ് ലിറിക്കുമായിട്ട് മാച്ച് ചെയ്യുന്നത്, ആ തീമിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നെ നിത്യതയോട് അടുപ്പിക്കുന്നു. അത് ഒരു വർഷിപ്പായിട്ട് നമ്മൾ പാടുമ്പോൾ ആ ഒരു ഗോസ്പൽ, ആ ഒരു മോഡ് അതിനകത്തുള്ളൂ. പക്ഷെ അതിനകത്ത് ദൈവം കുറച്ച് ആഡ് ഓൺ വേർഡ്സ് തന്നപ്പോൾ, ഫോർ എക്സാമ്പിൾ പേരുണ്ട്, പണമുണ്ട്, പവറുണ്ട് എന്നൊക്കെയുള്ള വരി ചിലർ കേട്ടിട്ടുണ്ടോ. പക്ഷെ അതെങ്ങനെ പറയും? അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യാൻ നിശ്ചയമായിട്ടും കുറച്ചുകൂടെ ഒരു ഹിപ്പ് ഹോപ്പ് പേരുണ്ട്, പണമുണ്ട്, പവറുമുണ്ട്, നല്ല 4 പേരറിയുന്ന കുടുംബമുണ്ട്, എന്ത് കാര്യം നിത്യത പോണ്ടേ. അങ്ങനെ പറഞ്ഞില്ലേ ഇത് കൺവേ ആവില്ല. ഞാൻ ഉദ്ദേശം മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാം ഇഷ്ടമാണ്, പക്ഷെ ആ സിറ്റുവേഷനിലും ആ വേർഡ്സിലും ഏത് ആപ്റ്റ് ആവുന്നു എന്നുള്ളത് അതിന് ബാധിക്കും. പക്ഷെ ചിലരുണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന വേ ഓഫ് മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർ പിണങ്ങും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ അടുത്ത സമയത്ത് സ്പിരിച്വൽ വാർഫെയറിനെ പറ്റി, ആത്മീയ പോരാട്ടത്തെ പറ്റി ദൈവം ഒരു പാട്ട് തന്നു. ആ പാട്ട് തരുമ്പോഴേ നമ്മൾക്ക് തരുന്ന ഒരു കാഴ്ചപ്പാട് ഇങ്ങനെ ഒരു വാർഫെയറിൻ്റെ പിക്ചറാണ്. അപ്പോൾ അത് നമുക്ക് ശോകമായിട്ട് പാടാൻ പറ്റില്ല. അത് പാടുമ്പോൾ ഇത് ആത്മീയ പോരാട്ടം, മുന്നിലുള്ള ലാക്കിലേക്ക് ഭംഗിയോടെ ഓടാം. ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ കുറച്ച് മെറ്റൽ ഒരു ഗ്രൂവ് അതിനകത്തെല്ലാം വരും. അപ്പം അത് അങ്ങനെ പ്രസൻറ്റ് ചെയ്താൽ അതിനകത്ത് ജീവനുണ്ടാവും. ചിലർ പിണങ്ങി. എനിക്ക് ഉറപ്പാണ് കുറച്ച് കഴിയുമ്പോൾ അവരത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം, ബി യുവർ സെൽഫ്, ബി ജെന്യുവൻ. നമുക്ക് ദൈവം തരുന്ന വരികൾ അത് അങ്ങനെ പ്രസൻറ്റ് ചെയ്യുക. നമ്മളായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒരു പാറ്റേൺ അനുസരിച്ച് പോകാനോ ഒന്നും ശ്രമിക്കാതിരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം, സമയം കുറവാണ്. What is your contribution to Malayali Pentecostal music industry other than music production? സത്യം പറഞ്ഞ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ കോൺട്രിബ്യൂഷൻ ഉണ്ടോ എന്നുള്ളത് ആക്ച്വലി എനിക്ക് പറയാൻ പറ്റില്ല.
നമുക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന്. ദൈവം തരുന്ന പാട്ടുകൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരു വിഷനിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈവൻ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ പാട്ടുകൾ പോലും പാടാനുള്ളൊരു ഗൈഡൻസ് പലപ്പോഴും കിട്ടാറില്ല. ഒത്തിരി പേർക്ക് സങ്കടമായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ദൈവം തന്ന ഒരു വിഷനിൽ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരു കോൺഫറൻസിന് മ്യൂസിക് ലീഡ് ചെയ്യേണ്ട ടൈം അങ്ങനെ ഒരു കോൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു സോങ് അല്ലാതെ ഇറങ്ങിയിട്ടുണ്ട്. അതല്ലാതെ ആ ഒരു വിഷനിൽ തന്നെ പോകുന്നു. പിന്നെ ആഗ്രഹമാണ് ദൈവം എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. ഇതൊരു പ്രാർത്ഥനയുടെ ഭാഗം കൂടെയാണ്. കുറച്ച് യങ്സ്റ്റേഴ്സിനെ ഒന്ന് ഇൻസ്പയർ ചെയ്യാൻ പറ്റിയെങ്കിൽ, നമ്മുടെ ആ വേ ഓഫ് റൈറ്റിംഗ് കുറച്ച് പേരെങ്കിലും ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു വർഷിപ്പ് റിഫോർമേഷൻ്റെ ഭാഗമാകാൻ പറ്റിയെങ്കിൽ എന്നൊക്കെ ആഗ്രഹമുണ്ട്. ദൈവം അത് സാധിപ്പിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. അടുത്ത ചോദ്യം, വൈ യു ആർ നോട്ട് ഓൺ ഇൻസ്റ്റഗ്രാം? ഈ ചോദ്യം എഴുതി തന്ന സ്നേഹിതർ ഈ ക്യാമറയുടെ പുറകെ നിൽപ്പുണ്ട് കേട്ടോ. ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. സത്യം പറയാം, ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. അതോടൊപ്പം അതിനകത്ത് ചില അൺനെസസറി ആയിട്ടുള്ള ഇതുമുണ്ട്. ഞാൻ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് സത്യമായിട്ടും പറയാം, എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു നേച്ചറാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ദൈവം ഒരു സോങ് തന്നു, അതൊന്ന് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി മാത്രം യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ അപ്ഡേറ്റ് ചെയ്യുന്നതിനുപരിയായിട്ട് ഞാൻ അത്ര ആക്റ്റീവ് അല്ല. നിങ്ങൾക്ക് പലർക്കും അറിയാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ പ്രൊഫൈൽ പിക്ചർ പോലും ഞാൻ മാറ്റിയിട്ട് ഒത്തിരി നാളായി, 1 വർഷത്തോളമായെന്ന് തോന്നുന്നു. അപ്പോൾ അത്രേ ഒരു ആക്റ്റീവ് അല്ലാത്ത ആളാണ് ഞാൻ, ഉള്ളത് തുറന്നു പറയാം. പിന്നെ ഇൻസ്റ്റാഗ്രാം എൻ്റെ ഒരു അറിവിൽ കുറച്ചുകൂടെ ലൈവാണ്. നമ്മൾ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ആവശ്യം നടന്നാൽ പോരെ. താങ്ക് യു. അടുത്ത ചോദ്യം കുറച്ചുകൂടെ സീരിയസ് ആണ്. ഡു യു റിയലി തിങ്ക് ദാറ്റ് വി ഷുഡ് ഹാവ് ഡിനോമിനേഷൻ ബാരിയേഴ്സ്? വൈ കാൺ വി ജസ്റ്റ് മലയാളി പെന്തക്കോസ്റ്റ്? അതിനകത്തൊരു നല്ല വിഷനുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു താല്പര്യത്തിലാണ് ഈ ചോദ്യ സ്നേഹിതന്മാർ തന്നിരിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ടായി ബാരിയേഴ്സ്? അതിന് ഉത്തരം പറയത്തക്കോണം വലിയൊരു പ്രകല്പനമൊന്നും അല്ല ഞാൻ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, ഓരോരുത്തരും ശുശ്രൂഷ ദൈവം ഭരമേൽപ്പിക്കുമ്പോൾ വ്യത്യസ്തമായ ദർശനങ്ങളോടെ തുടങ്ങുന്നു. അപ്പോൾ അത് ആ വിഷനിൽ റീച്ച് ചെയ്യുന്ന ആളുകൾ ഡിഫറെൻ്റ് ആയിരിക്കും, അത് റീച്ച് ചെയ്യുന്ന സ്ഥലങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് പല പല ബാരിയേഴ്സ് വന്നു എന്നുള്ളതിനുപരിയായിട്ട് ദൈവസ്നേഹത്തിൽ ഒന്നിച്ച് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നിന്നൂടാന്നൊരു ചോദ്യം പ്രിയ യുവജനങ്ങൾ എന്നോട് ചോദിച്ചു. ഉള്ള കാര്യമാണ്, നല്ല കാര്യമാണ് പറഞ്ഞത്. ഒന്നിച്ച് ഒരു മുറിക്കകത്ത് നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു സ്നേഹബന്ധം ഉള്ളത് എപ്പോഴും നല്ലതാണ്, ഒരു പരസ്പരമുള്ള കരുതൽ. ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്, ദൈവം അപ്പോസ്തലന്മാരിൽ പത്രോസും യോഹന്നാനും ഒക്കെ മിനിസ്റ്റർ ചെയ്ത ഒരു ഏരിയ ഉണ്ട്. അപ്പം ജാതികളുടെ അപ്പോസ്തലനായി പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ തിരികെ യെരുശലേമിലേക്ക് വരുന്നൊരു രംഗം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 14 വർഷങ്ങൾക്ക് ശേഷം നെടും തൂണുകളായ അപ്പോസ്തലന്മാരെ കാണാൻ പൗലോസ് വരിക. ഇവരൊരുമിച്ചൊരു പ്ലാറ്റ്ഫോമിൽ എങ്ങും നിന്നിട്ടില്ല. ഇത് രണ്ടുപേരും നിന്നത് 2 സൈഡിലാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വളരെ ട്രഡീഷണലായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ആ നെടും തൂണുകൾ നിൽക്കുന്നതെങ്കിൽ ഏറ്റവും പുറം ജാതികളോട് അടുക്കൽ പോയ പൗലോസ് അപ്പോസ്തലൻ ബർന്നബാസിനെയും കൂട്ടി അവർ അടുക്കൽ വരും. പക്ഷെ ആ അധ്യായത്തിൽ നാം കാണുന്നു, അവർ കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. എൻ്റെ 9-ാം വാക്യം. എന്നിട്ട് പറയുകയാണ്, ദരിദ്രരെ ഓർത്തുകൊള്ളണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഭാവമേ അല്ല അവർ. എത്രമാത്രം അവർ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നു. നമുക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഒരു സ്റ്റേജിൽ വന്നില്ലെങ്കിലും നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാനും കരുതാനും ഒക്കെ പറ്റിയാൽ വരുന്ന ഒരു കാലത്തിൽ അത് നമ്മുടെ നിലനിൽപ്പിന് അത് ബ്ലെസ്സിങ് ആയിരിക്കും. അടുത്ത ചോദ്യം, there are a lot of changes happening in Malayali Pentecostal church system in terms of orthodox principles, youth movement and new generation church. What's your take? Your feedback please. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരു കൂട്ടം യൗവനക്കാരി ചോദ്യത്തിന് പിന്നിലുണ്ട്. അവർ നമ്മുടെ കളികളും പരിപാടികളും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഒരു വലിയൊരു ചേഞ്ച്? ഇപ്പോൾ ചില ചേഞ്ചസ്
കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയുന്നത്, ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാവുമെന്ന് പറയും. അപ്പോൾ അത് ഒബ്വിയസാണ്. പിന്നെ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഹോളി സ്പിരിറ്റ് മൂവ് എപ്പോഴും ഡൈനാമിക്കാണ്. നമ്മൾ എവിടെയെങ്കിലും പോയി സ്റ്റാഗ്നൻ്റ് ആയി നിന്നാൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. തിരുവേനത്തിൽ നോക്കിയാലും പിന്നെ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നോക്കിയാലും ആ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഒരിടത്ത് സ്റ്റാഗ്നൻ്റ് ആവുന്ന കണ്ടാൽ അടുത്തയിടത്തേക്ക് തിരിഞ്ഞ് ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കും. ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും. കാരണം ഇത് അറിയാത്ത ഒത്തിരി പേര്, ദൈവസ്നേഹം അറിയാത്ത ഒത്തിരി പേര് പുറംപിൽ കിടക്കുന്നു. അവരെ റീച്ച് ചെയ്യാനുള്ള ഒരു മിഷൻ മൈൻഡ് ഉള്ള ചേർച്ചസ് അവരെപ്പോഴും ലൈവായിരിക്കും. അതെ, ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഇവാഞ്ചലിസമാണ് മോട്ടോ എങ്കിൽ, മിഷനാണ് ഹൃദയത്തിൻ്റെ ഭാരമെങ്കിൽ എപ്പോഴും അത് ലൈവായിരിക്കും. അതിനകത്ത് യൂത്ത് മൂവ്മെൻ്റ് ആയാലും എല്ലാ കാര്യങ്ങളും അല്ല എങ്കിൽ ഈ പറഞ്ഞ ചേഞ്ചസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. അത്രമാത്രം പറഞ്ഞത് ഞാൻ നിർത്തുന്നു. How do you see Malayali Pentecostal Church in 2050? ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ കണ്ടിന്യൂഷൻ എന്നായിട്ട് ഞാനിതിനെ കാണും. ഈ ഒരു ചേഞ്ച് കണ്ടിന്യൂ ചെയ്താൽ ഐ ബിലീവ് 2050 എന്ന് പറയുമ്പോൾ ഇനിയൊരു 30 years ഒബ്വിയസ് ആയിട്ട് അടുത്തൊരു ജനറേഷൻ വരും. നമ്മൾ ഈ ബിൽഡ് ചെയ്ത് വെച്ച സിസ്റ്റത്തിലും ഒക്കെ ഇൻട്രസ്റ്റ് അല്ലാത്ത ഒരു ജനറേഷനാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ UK US ഒക്കെ ചർച്ചസിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഒന്ന് ഓർത്താൽ നല്ലതായിരിക്കും. കാരണം അവിടെ കെട്ടിപ്പൊക്കിയ ബിൽഡിങ്ങിലൊന്നും ആളില്ല. പല ബിൽഡിങ്ങുകളും ഇപ്പോൾ ബാറാണ്, വേറെ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുകയാണ്. കാരണം അത്രമാത്രം നല്ല ബിൽഡിങ്ങാണ്. പക്ഷേ അത് ക്യാരി ഓൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ലീസിനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒക്കെ ഇട്ടിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇതും അപകടം പിടിച്ച ഒരു ഫ്യൂച്ചർ മുമ്പിലുണ്ടെന്ന് തിരിച്ചറിവ് ഈ ചോദ്യം നമുക്ക് തരുന്നു. പിന്നെ കർത്താവിൻ്റെ ഓരോ താമസമാണെങ്കിൽ സ്പിരിച്വലായിട്ട് നിൽക്കുന്നവർ എന്നും സ്പിരിച്വലായിട്ട് തന്നെ നിൽക്കും. വചനത്തിൽ പറയുന്ന പോലെ വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കും. അപ്പോൾ അത് ഒരിക്കലും മാറുന്നില്ല. അത് 1-ാം നൂറ്റാണ്ടിലും അതെ, ഈ 21-ാം നൂറ്റാണ്ടിലും അത് തന്നെ. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഒരു കൂട്ടം എന്നും ദൈവനാമത്തിന് വേണ്ടി ഉണ്ടാവും. അത് നമുക്കിനി 30 വർഷം കഴിഞ്ഞാലും അത് കാണാം. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മളെ കുറച്ച് ചേഞ്ചസ് നമുക്ക് പ്രാർത്ഥിക്കാനും ഒരുങ്ങാനും ഒക്കെ ഈ ചോദ്യം ഒന്ന് ഒരു മുഖാന്തരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ preacher or a musician? Who is the better choice for a youth program? Again, ഇച്ചിരി കണക്റ്റഡ് ആണ്. പക്ഷേ യൂത്ത് പ്രോഗ്രാംസ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ യുവജനങ്ങൾ പണ്ടത്തെക്കാളും കുറച്ചുകൂടെ വിവരമുള്ളവരാണ്. അവരെല്ലാം ഒബ്സർവ് ചെയ്യുന്നു. കാരണം ഈ മീഡിയ എല്ലാം കയ്യിലിരിക്കുകയല്ലേ, കാര്യങ്ങളെല്ലാം കാണുന്നു. പ്രോഗ്രാംസ് വൈസ് ആയാലും എല്ലാം അവർക്ക് കുറച്ച് വാല്യൂ ക്വാളിറ്റി ഉള്ള മെസ്സേജസ് പ്രോഗ്രാംസിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പ്രീച്ചർ ഓർ മ്യൂസീഷ്യൻ ആരാണ് ഏറ്റവും യോഗ്യം എന്നുള്ളൊരു ചോദ്യം ഇതിനകത്തുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അവരെ എൻഗേജ് ചെയ്യുന്നു. അതിപ്പോൾ പാട്ടായാലും മെസ്സേജ് ആയാലും അവരെ പേഴ്സണലി കണക്ട് ചെയ്യുന്നത് മാത്രമേ യൂത്ത് മീറ്റിങ്ങുകളിൽ റിസൾട്ട് തരത്തുള്ളൂ. അതൊരു ബ്ലെസ്സിങ് ആയിട്ട് അല്ലെങ്കിൽ റിസൾട്ടിലോട്ട് പോകാൻ അതിപ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രീച്ചേഴ്സ്, നല്ല പ്രീച്ചേഴ്സ് ഇപ്പോഴും ഉണ്ട്. അതിപ്പോൾ മ്യൂസീഷ്യൻസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ പാടുന്നൊന്നും കാര്യമില്ല കേട്ടോ. അതിനകത്ത് ദൈവാത്മാവിൻ്റെ സാന്നിധ്യം സെൻസ് ചെയ്യുന്ന കൊതിക്കുന്ന ഒരു കൂട്ടം യുവജനങ്ങൾ എല്ലാ മീറ്റിങ്ങിനകത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന് ഡയറക്റ്റ് ആൻസർ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു കുറച്ചുകൂടെ സ്പിരിച്വലി ക്വാളിറ്റി ഉള്ള നല്ല ഒരു അറ്റ്മോസ്ഫിയർ യൂത്ത് മീറ്റിംഗ്സിലും കർത്താവുണ്ട്. We have preachers. Next question. We have preachers, musicians, and worship leaders. Why don't we have stand-up comedians?
Said church and Christianity is so serious and we can't have fun. വിശ്വസിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഈ വചനങ്ങൾ ഇതിനകത്ത് നല്ല അർത്ഥത്തിലായി ചോദ്യം ചോദിച്ച് വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ ഒത്തിരി സീരിയസ് ആയി മാറുന്നുണ്ടോ? വൈ കാൻ വി ഹാവ് ഫൺ? ഞാൻ വിശ്വസിക്കും ഇപ്പോഴത്തെ ചർച്ച് ഫെലോഷിപ്പുകളിലൊക്കെ കുട്ടികളെയും ഒക്കെ ആക്റ്റീവ് ആക്കുന്ന, അവരെ ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഈ നമുക്കിത് മിക്സ് ചെയ്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഓഫ് കോഴ്സ് വചനം നമ്മളോട് പറയുന്നത് എപ്പോഴും സന്തോഷിപ്പിക്കുന്നു. നമ്മൾ വീട്ടിൽ അപ്പൻ്റെ അടുത്ത് സന്തോഷിക്കുന്ന പോലെ ജോയ്ഫുൾ ആയിരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ അതിന് ഈ കോമഡി ഒരു മുഖാന്തരം ആണോന്നില്ല കേട്ടോ. കാരണം നമ്മുടെ വചന ശുശ്രൂഷയിലും പാട്ടിലൊക്കെ ആത്മാവിൻ്റെ സന്തോഷമാണ് പകരപ്പെടേണ്ടത്. കാരണം നമ്മൾ ക്രൂശിക്കപ്പെട്ട യേശു കർത്താവിനെയാണ് പ്രസംഗിക്കുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് കോമഡി കൂട്ടിക്കലർത്തുന്ന ഇച്ചിരി അപകടമാണ്. എന്നാൽ ആത്മാവിലുള്ള സന്തോഷമുണ്ട്. ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ റിജോയ്സ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷം നമ്മളിലൂടെ ഇൻവോൾവ് ആവുന്ന ആരാധനകൾ, മെസ്സേജുകളെല്ലാം ചർച്ചസിനെ ലൈവ് ആക്കും. ഇതൊരു വീടാണെന്ന് ഉള്ളൊരു ബോധ്യത്തോടെ മടി കൂടാതെ ആളുകൾ എൻഗേജ്ഡ് ആവും. ചർച്ചസ് വളരും. അതൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ഇങ്ങനെ അധികം ചോദിക്കാത്തൊരു ചോദ്യം, വാട്ട്സ് യുവർ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ? എങ്ങനെയാ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്നുള്ളൊരർത്ഥം ഇതിനകത്തുണ്ട്. കർത്താവ് കൈപിടിച്ച് നടത്തുന്നു ഭയങ്കരമായിട്ട്. യേശുവെ പോലെ കരുതാൻ ആരുമില്ല, യേശുവെ പോലെ സ്നേഹിക്കാൻ ആരുമില്ല. ഇതുവരെയും കർത്താവ് അത്ഭുതമായിട്ട് നടത്തുന്നു. പിന്നെ ഞാൻ അതിനകത്തൊരു ഫോമൽ റൂട്ട് കാണുന്നുണ്ട്. എങ്ങനെയാണ് ഈ മ്യൂസിക് പ്രൊഡക്ഷനിലൂടെ ഒക്കെ അതിൻ്റെ നീഡ് മീറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു അർത്ഥം കൂടെ ഈ ചോദ്യത്തിൻ്റെ പിന്നിലാണ്. ഓഫ് കോഴ്സ് നമ്മൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് അതിനകത്ത് നിന്ന് ആഡ്സൻസ് പ്രോഗ്രാമിലൂടെ അതിൻ്റെ റവന്യൂ കിട്ടും. പക്ഷെ അതൊന്നും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടൊന്നും നമ്മൾ നിൽക്കല്ല. കാരണം അത്ര വലിയ വ്യൂവേഴ്സൊന്നും നമുക്ക് ഇല്ല. നമ്മൾ എൻ്റെ കാര്യം പറയാം, ദൈവം തരുന്ന പാട്ടുകൾ മാത്രം, അതും 3 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ. ലാസ്റ്റ് ഒരു സീരീസ് ഇറങ്ങിയത് 7 വർഷം അതിൻ്റെ മ്യൂസിക് പ്രൊഡക്ഷൻ, അതിൻ്റെ ഓർക്കസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞാണ്. അപ്പം അത്രയും ടൈം വരുമ്പോൾ നമുക്ക് ഒത്തിരി വലിയ ഒരു സോഴ്സായിട്ട് അതിനെ കാണാനും പറ്റില്ല. പിന്നെ ബൈ ഗോഡ്സ് ഗ്രേസ് ഇപ്പം നല്ല പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമ്മുടെ മ്യൂസിക് എല്ലായിടത്തും എത്താനും ആളുകൾ റീച്ച് ചെയ്യാനും അവർക്ക് പർച്ചേസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒത്തിരി മ്യൂസീഷ്യൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ്, CD Baby പോലെ. അപ്പം അതിൽ നിന്ന് നമുക്ക് iTunesലും മറ്റ് മ്യൂസിക് പ്ലാറ്റ്ഫോംസിലെല്ലാം നമ്മുടെ മ്യൂസിക് അവൈലബിൾ ആവും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ അവർ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യും. ക്വാളിറ്റി മ്യൂസിക് ആഗ്രഹിക്കുന്നവർ ഡയറക്റ്റ് ലിങ്കിൽ തന്നെ പോയി ഡൗൺലോഡ് ചെയ്യും. നമ്മൾ യൂട്യൂബ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പലപ്പോഴും അതിൻ്റെ ക്വാളിറ്റി പ്രശ്നമാവാറുണ്ട്. ചിലർക്ക് അതിനെപ്പറ്റി അറിയാം. അവർ വളരെ മിനിമം എമൗണ്ടേ നമ്മൾ അവിടെയും കൊടുക്കാൻ പറ്റും. കാരണം ഇത് എല്ലാവരിലും എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മിക്കവാറും സോങ് എല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അത് ഞാൻ ഈ ഇടയ്ക്ക് മനസ്സിലാക്കിയില്ല, അതൊരു ബ്ലെസ്സിങ് ആണ്. ഒത്തിരി നോൺ ബിലീവേഴ്സിനൊക്കെ അത് കേൾക്കാനും ഒക്കെ കർത്താവ് മുഖാന്തരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ബിലീവ് ഇറ്റ്സ് ദ ലാസ്റ്റ് വൺ. ഇതും അധികം ആരും ചോദിച്ചിട്ടില്ല, അത് വളരെ പേഴ്സണൽ ആയിട്ടൊരു ചോദ്യം. ഔട്ട് ഓഫ് ഓൾ കൺട്രീസ് യു വിസിറ്റഡ്, വിച്ച് കൺട്രി ഈസ് ദ ബെസ്റ്റ് ഫോർ സെറ്റിലിംഗ് ഡൗൺ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടാണ് ഏറ്റവും നല്ലത് ശുശ്രൂഷിക്കും എല്ലാം. പിന്നെ ഞാനിങ്ങനെ ദൈവം ഒരു അസൈൻമെൻറ്റ് തന്ന് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നല്ലാതെ ഇങ്ങനൊരു ചോദ്യം യാത്രകളിൽ കണക്റ്റ് ആവാറില്ല. കാരണം ഒരു സമയത്ത് യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ കർത്താവ് ഇങ്ങനെ വാതിൽ തുറന്നപ്പോൾ ആ യാത്ര ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കർത്താവ് മാറ്റി. കാരണം പോകുമ്പോഴെല്ലാം കർത്താവ് അയക്കുന്നതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ചിന്ത, നമുക്ക് തരുന്ന പിക്ചറും ആറ്റിറ്റ്യൂഡും എല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഐ ബിലീവ് ആൻഡ് ഐ എം വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്. നമുക്ക് ദൈവം ഒരു നിയോഗം തരുമ്പോൾ അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും ഉണ്ടാകും. അതിനനുസരിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാം. ഓക്കെ, ഇത്രയും സമയം
സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒത്തിരി സന്തോഷം. ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന മീഡിയ ടീമിനെ, യങ്സ്റ്റേഴ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഗോഡ് ബ്ലെസ്.